ഞാനത് ഊതിപ്പറത്തി. എന്തുകൊണ്ട്? സൈനികരുടെ കർത്താവ് ചോദിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും തന്റെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ എന്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ആകാശം നിങ്ങൾക്ക് വേണ്ടി മഞ്ഞു പെയ്യിക്കുന്നില്ല, ഭൂമി വിളവ് നൽകുന്നുമില്ല. ദേശത്തിലും മലകളിലും ധാന്യത്തിലും പുതുമീനിലും എണ്ണയിലും ഭൂമിയിൽ മുളയ്ക്കുന്നവയിലും മനുഷ്യരിലും കന്നുകാലികളിലും അവരുടെ അധ്വാനത്തിലും ഞാൻ വരൾച്ച വരുത്തിയിരിക്കുന്നു. അപ്പോൾ ഷെയാൽത്തിയേലിന്റെ മകൻ സെറുബ്ബാബേലും യഹോസദാക്കിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ യോശുവയും ജനത്തിൽ അവശേഷിച്ചവരും തങ്ങളുടെ ദൈവമായ കർത്താവിന്റെ വാക്കുകൾ അനുസരിക്കുകയും തങ്ങളുടെ ദൈവമായ കർത്താവ് അയച്ച പ്രവാചകനായ ഹഗായിയുടെ വാക്കുകൾ സ്വീകരിക്കുകയും ചെയ്തു. ജനം കർത്താവിനെ ഭയപ്പെട്ടു. അപ്പോൾ കർത്താവിന്റെ ദൂതനായ ഹഗായി കർത്താവിന്റെ സന്ദേശം ജനത്തെ അറിയിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളോടുകൂടെയുണ്ട്. അപ്പോൾ യൂദായുടെ ദേശാധിപതിയായ ഷെയാൽത്തിയേലിന്റെ പുത്രൻ സെറുബ്ബാബേലിനെയും യഹോസദാക്കിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ യോശുവയെയും അവശേഷിച്ചിരുന്ന ജനത്തെയും കർത്താവ് ഉത്തേജിപ്പിച്ചു. അവർ തങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന് ആലയം പണിയാൻ തുടങ്ങി. ഇത് 6-ാം മാസം 24-ാം ദിവസമാണ്. 2-ാം അധ്യായം. പുതിയ ദേവാലയം. ദാരിയൂസ് രാജാവിന്റെ 2-ാം ഭരണവർഷം 7-ാം മാസം 21-ാം ദിവസം പ്രവാചകനായ ഹഗായിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. യൂദായുടെ ദേശാധിപതിയായ ഷെയാൽത്തിയേലിന്റെ മകൻ സെറുബ്ബാബേലിനോടും യഹോസദാക്കിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ യോശുവയോടും ജനത്തിൽ അവശേഷിക്കുന്നവരോടും പറയുക, ഈ ആലയത്തിന്റെ പൂർവ്വ മഹിമ കണ്ടിട്ടുള്ളവരായി നിങ്ങളിൽ ആരുണ്ട്? ഇപ്പോൾ ഇതിന്റെ സ്ഥിതി എന്താണ്? തീരെ നിസ്സാരമായിട്ട് തോന്നുന്നില്ലേ? എങ്കിലും സെറുബ്ബാബേൽ ധൈര്യമായിരിക്കുക, യഹോസദാക്കിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ യോശുവ ധൈര്യമായിരിക്കുക. ദേശവാസികളെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, പണിയുവിൻ, ഞാൻ നിങ്ങളോടുകൂടെയുണ്ട്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്തിൽ നിന്നും നിങ്ങൾ പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ തന്നെ എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. ഭയപ്പെടേണ്ട. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അല്പസമയത്തിനുള്ളിൽ വീണ്ടും ഞാൻ ആകാശവും ഭൂമിയും കടലും കരയും ഇളക്കും. ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും. അങ്ങനെ എല്ലാ ജനതകളുടെയും അമൂല്യ നിധികൾ ഇങ്ങോട്ട് വരും. ഈ ആലയം ഞാൻ മഹത്വപൂർണമാക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, വെള്ളി എന്റേതാണ്, സ്വർണവും എന്റേതാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ആലയത്തിന്റെ പൂർവ്വ മഹത്വത്തെക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ സ്ഥലത്തിന് ഞാൻ ഐശ്വര്യം നൽകും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ദാരിയൂസിന്റെ 2-ാം ഭരണവർഷം 9-ാം മാസം 24-ാം ദിവസം പ്രവാചകനായ ഹഗായിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, പുരോഹിതന്മാരോട് ഈ പ്രശ്നത്തിന്റെ ഉത്തരം ചോദിക്കുവിൻ. ആരെങ്കിലും തന്റെ വസ്ത്രത്തിന്റെ അറ്റത്ത് വിശുദ്ധമാംസം പൊതിയുകയും ആ വസ്ത്രാഞ്ചലം കൊണ്ട് അപ്പമോ പായസമോ വീഞ്ഞോ എണ്ണയോ മറ്റേതെങ്കിലും ഭക്ഷ്യസാധനമോ സ്പർശിക്കുകയും ചെയ്താൽ അവ വിശുദ്ധമാകുമോ? ഇല്ല. പുരോഹിതന്മാർ പറഞ്ഞു. ഹഗായി ചോദിച്ചു, ശവശരീരത്തിൽ സ്പർശിച്ച് അശുദ്ധനായ ഒരുവൻ ഇതിലേതെങ്കിലും ഒന്നിനെ സ്പർശിച്ചാൽ അത് അശുദ്ധമാകുമോ? അശുദ്ധമാകും, അവർ പറഞ്ഞു. അപ്പോൾ ഹഗായി പറഞ്ഞു, ഈ ജനവും രാജ്യവും എന്റെ മുൻപിൽ അങ്ങനെ തന്നെയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, അപ്രകാരം തന്നെ അവരുടെ പ്രവൃത്തികളും അവർ അർപ്പിക്കുന്ന കാഴ്ചകളും അശുദ്ധമാണ്. കർത്താവിന്റെ ആലയത്തിനു വേണ്ടി കല്ലിന്മേൽ കല്ല് വയ്ക്കുന്നതിന് മുൻപ് ഇന്നുവരെ നിങ്ങൾ എങ്ങനെ വ്യാപരിച്ചിരുന്നു എന്ന് ചിന്തിക്കുവിൻ. എന്തായിരുന്നു നിങ്ങളുടെ സ്ഥിതി? 20 അളവ് ധാന്യം കൂട്ടിയിരിക്കുന്നിടത്ത് ചെല്ലുമ്പോൾ 10 അളവേ കാണുന്നുള്ളൂ. 50 അളവ് വീഞ്ഞ് കോരിയെടുക്കുവാൻ ചെന്നപ്പോൾ ചക്കിൽ 20 അളവേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാ ഫലങ്ങളും ഉഷ്ണക്കാറ്റും വിഷമഞ്ഞും കന്മഴയും അയച്ച് ഞാൻ നശിപ്പിച്ചു. എന്നിട്ടും നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, ആകയാൽ ഇന്നു മുതൽ 9-ാം മാസം 24-ാം ദിവസം മുതൽ കർത്താവിന്റെ ആലയത്തിന് കല്ലിട്ട അന്നു മുതൽ എങ്ങനെ ആയിരിക്കും എന്ന് ശ്രദ്ധിക്കുവിൻ. വിത്ത് ഇനിയും കളപ്പുരയിൽ തന്നെയാണോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകവും പൊലിവും ഇനിയും ഫലം നൽകുന്നില്ലേ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും.
ആ മാസം 24-ാം ദിവസം ഹഗ്ഗായിക്ക് വീണ്ടും കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. സേനാധിപതിയായ സെറുബ്ബാബേലിനോട് പറയുക,